മൈസൂർ പാലസ് സന്ദർശനത്തിനുള്ള പ്രവേശന നിരക്കായ 120 രൂപ നൽകി പ്രവേശന കവാടത്തിലൂടെ കോമ്പൗണ്ടിനകത്ത് കയറിയാലുടൻ തന്നെ പാലസിനകത്ത് പ്രവേശിക്കാനുള്ള ഭാഗത്ത് നമുക്കെത്താം. ചെരുപ്പിട്ട് പാലസിനകത്ത് കയറാൻ അനുവാദമില്ല. ഇവിടെ വന്ന് നമ്മുടെ ചെരുപ്പുകൾ കൗണ്ടറിൽ ഏൽപ്പിക്കണം. അതിനായി കാര്യക്ഷമമായ ക്രമീകരണമുണ്ട്. ഇവിടെ കാണുന്ന സന്ദർശകരിൽ ഭൂരിഭാഗവും സ്കൂൾ കുട്ടികളാണ്. അവർക്ക് 50 രൂപയാണ് പ്രവേശന നിരക്ക്. പ്രവേശന ടിക്കറ്റ് ലഭിക്കുവാൻ രൂപ തന്നെ നൽകണമെന്നൊരു വ്യവസ്ഥയുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് സ്വീകരിക്കില്ലയോ എന്ന് ഞങ്ങൾ എടുത്ത് ചോദിച്ചു. ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ക്യാഷ് ഉള്ളി എന്ന ബോർഡും അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഈ കാലഘട്ടത്തിന് ചേർന്ന ഒരു നടപടിയല്ല എന്ന് സന്ദർശകർ എല്ലാം അഭിപ്രായപ്പെടുന്നത് കേൾക്കാമായിരുന്നു. ഓൺലൈൻ പേയ്മെൻറ്റിനെ ഗവൺമെൻറ്റും സ്ഥാപനങ്ങളും എന്തിനേറെ ചെറുകടകൾ വരെ രാജ്യവ്യാപകമായി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിലെ ഈ നിർബന്ധ ബുദ്ധി ഇവിടെ ഒട്ടും യോജിക്കുന്നില്ല. അതിൻ്റെ കാരണവും മനസ്സിലാകുന്നില്ല. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊട്ടാരം ആദ്യകാലത്തേതല്ല. 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. അത് തടി കൊണ്ടുള്ളതായിരുന്നു. 1896 ആ കൊട്ടാരം കത്തിപ്പോയി. രാജകുമാരിയുടെ കല്യാണാഘോഷത്തിനിടെയായിരുന്നു ആ സംഭവം. പിന്നീട് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ഹെൻറി ഇർവിൻ്റെ ഡിസൈൻ അനുസരിച്ചാണ് പുതിയ കൊട്ടാരം നിർമ്മിച്ചത്. 1912 പുതിയ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പിന്നീട് 1930 കൊട്ടാരത്തിൻ്റെ വലിപ്പം കൂട്ടി. അതിൽ ഇപ്പോൾ കാണുന്ന ദർബാർ ഹാളും ഉൾപ്പെടുന്നു. കൊട്ടാരത്തിനകത്ത് ഒരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15,000-ഓളം പേർ ഈ കൊട്ടാരം സന്ദർശിക്കുന്നതിനാൽ ഇതിനുള്ളിൽ എപ്പോഴും ഈ കാണുന്നത് പോലെയുള്ള തിരക്ക് തന്നെയാണ്. എന്നാൽ ദസറ ഉത്സവകാലത്ത് ഇവിടെ കൊട്ടാരത്തിനുള്ളിൽ മാത്രമല്ല, ഈ നഗരമാകെ ജനസമുദ്രമാകും. മൈസൂർ ദസറ ഈ സംസ്ഥാനത്തെ വലിയ ഒരു ഉത്സവമാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്ത് നഗരം ദീപാലങ്കൃതമാകും. വിജയദശമി ആഘോഷത്തോടെ അതിന് സമാപനമാകും. ഈ 9 ദിനങ്ങളിൽ രാത്രികാലങ്ങളിൽ ഈ കൊട്ടാരവും നഗരത്തോടൊപ്പം പ്രകാശപൂരിതമാകും. ആ നാളുകളിൽ ഭക്തജനങ്ങളാലും വിനോദസഞ്ചാരികളാലും നഗരം നിറയും. തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം വാരാഘോഷം പോലെ മൈസൂർ ദസറ ആഘോഷത്തിൻ്റെ എല്ലാ ചെലവും വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നഗരം ആ ദിനങ്ങളിൽ
സാംസ്കാരിക പരിപാടികളാലും ഘോഷയാത്രകളാലും സമ്പന്നമാകും. കർണാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ വാരാഘോഷമാണ് മൈസൂർ ദസറ ആഘോഷം. ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും മറ്റ് പൊതു അവധി ദിനങ്ങളിലും രാത്രി ദീപാലങ്കാരമുണ്ട്. ആയിരക്കണക്കിന് ബൾബുകളാണ് കൊട്ടാര കെട്ടിടങ്ങളിലും പൂന്തോട്ടത്തിലും പരിസരത്തുമെല്ലാം ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ മുൻവശത്തെ അതിവിശാലമായ ക്യാമ്പസ് കാണാം. ഈ ക്യാമ്പസിലെ കാഴ്ചകൾ തൊട്ടു മുൻപുള്ള 47ാമത്തെ വീഡിയോയിൽ വിശദമായി കൊടുത്തിരുന്നത് കണ്ടു കാണുമല്ലോ. ഈ കാണുന്ന തൂണുകളും അതിലെ കൊത്തുപണികളും വളരെ ആകർഷണീയമാണ്. എവിടെ നിന്ന് നോക്കിയാലും ഇവ ഒരേ നിരയിൽ കാണപ്പെടുന്നു. കൊട്ടാരക്കാഴ്ചയുടെ അവസാനം നമ്മൾ പടികളിറങ്ങി നാം കയറിപ്പോയ ഇടത്ത് തന്നെ തിരികെ എത്തും. അതിനുശേഷം പുറകുവശത്തുകൂടിയാണ് മടക്കയാത്ര. അവിടെ നമുക്ക് രാജവംശത്തിലെ പിൻതലമുറക്കാരുടെ വസതികൾ കാണാം. അതിന് സമീപം മറ്റൊരു ക്ഷേത്രവുമുണ്ട്. ഈ കാണുന്ന ഗേറ്റിനുള്ളിലാണ് രാജകുടുംബാംഗങ്ങളുടെ വസതി. ഇതിൻ്റെ ഉടമസ്ഥർ രാജകുടുംബാംഗങ്ങൾ തന്നെയാണ്.
72 ഏക്കർ വരുന്ന കൊട്ടാര ക്യാമ്പസ് നടന്നു കാണുവാൻ ആരോഗ്യമില്ലാത്തവർക്കായി ഈ കാണുന്ന പ്രത്യേക വാഹന ക്രമീകരണവുമുണ്ട്. ഈ വാഹനയാത്ര സൗജന്യമല്ല. രാജകുടുംബാംഗങ്ങളുടെ വസതിക്ക് സമീപമാണ് ഈ കാണുന്ന ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രം. കാഴ്ച കണ്ട് മടങ്ങി വരുന്നവർ ഈ റോഡ് വഴി പുറത്തേക്ക് പോകണം. കൊട്ടാര ക്യാമ്പസിലേക്ക് കയറിയ ഗേറ്റ് വഴി തന്നെയാണ് പുറത്തേക്കും ഇറങ്ങുന്നത്.